ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. വളരെ അവിചാരിതമായി നിങ്ങളെ റീഡിംഗ് കാണുന്ന ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെ റീഡിംഗ് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്യും. സ്ലോലി ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വളരെയധികം വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നു. പുറത്ത് ഇമോഷൻസ് ഒന്നും അധികം കാണിക്കാത്ത ആളായിരിക്കാം നിങ്ങളുടെ വ്യക്തി. പക്ഷേ അവരുടെ മനസ്സിൽ ഈ ഒരു ബന്ധത്തെ ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ട് തന്നെ കാണുന്നു. ഒരു സ്റ്റെബിലിറ്റി തരണം, സെക്യൂരിറ്റി തരണം, ലോങ് ടേം ഫ്യൂച്ചർ എന്നിവയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. ഈ ഒരു ബന്ധം ഒരു റിയൽ ലൈഫിൽ വർക്കാകുമോ എന്നൊരു ചിന്ത അതിശക്തമായിട്ട് തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. വെറുമൊരു ടൈം പാസ് എനർജി ആയിട്ടല്ല അവർ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, അതായത് കിങ്ങും ക്യൂനും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. വളരെ അപൂർവമായ ഒരു റെയർ കോമ്പിനേഷൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കിങ് ആൻഡ് ക്യൂൻ. ഇതൊരു പവർഫുൾ മാച്ച് തന്നെയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു പാർട്ണർ മെറ്റീരിയൽ തന്നെയാണ്. അവർക്ക് ഒരുപാട് കംഫോർട്ട് കൊടുത്ത, ഒരുപാട് സമാധാനം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, ഒരു ഹോം ലൈക്ക് ഫീലിംഗ് കൊടുക്കുന്ന, അവർക്ക് അങ്ങേയറ്റം വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർ ശരിക്കും മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ടുള്ള, വളരെ സേഫ് സോണിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്കും ഇതൊരു സോൾമേറ്റ് എനർജി അല്ലെങ്കിൽ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു ബന്ധമായിട്ട് ഇതിനെ കണക്കാക്കാം. അവർക്ക് ശരിക്കും നിങ്ങളോടൊപ്പം ഒരു സേഫായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ട ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു പഴയകാല ഓർമ്മകളായിരിക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ടവർ കാർഡാണ്. വലിയൊരു ട്വിസ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു പേഴ്സൻ്റെ ലോകം അടുത്തിടെ ഒന്ന് ഷെയ്ക്ക് ആയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സത്യം അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചില സെപ്പറേഷൻ, തേർഡ് പാർട്ടി ഇഷ്യൂ, അല്ലെങ്കിൽ ഈഗോ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച്, ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു സംഭവം അവരുടെ ഒരു ജീവിതത്തിൽ ഈ ഒരു അടുത്തിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു കുലുക്കിയ അല്ലെങ്കിൽ ഒരു ഷോക്ക്ഡാക്കിയ എന്തോ ഒരു സംഭവം. ഈ ഒരു സംഭവം നിങ്ങളുടെ ഒരു സെപ്പറേഷനിലേക്കൊക്കെ വഴിതെളിയിച്ച് കാണുമായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം അവർ മനസ്സിലാക്കുകയാണ്, ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത്, ഞാൻ എടുത്ത ആ ഒരു തീരുമാനം ശരിയായിരുന്നോ, ഇനിയും ഒരു ചാൻസ് എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ടവർ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ടവർ എനർജി പലപ്പോഴും ഒരു അവേക്കനിങ്ങിൻ്റെ ഒരു കാർഡ് കൂടിയാണ്. ഒരു തിരിച്ചറിവ് വരുന്നു. നമുക്ക് മുൻപിൽ ചില സമയത്ത് നമ്മളെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോഴായിരിക്കാം അതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പാറ്റേൺ എല്ലാം തന്നെ മാറി ചില കാര്യങ്ങൾ ഉൾക്കൊണ്ട്, ചില സത്യങ്ങൾ മനസ്സിലാക്കി പുതുമയോടുകൂടി ചില കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിലൊരു വലിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത്, നമ്മൾ ഒന്നടങ്കം ഒന്ന് ഷെയ്ക്കാവുന്ന സമയത്ത് മനസ്സിലാക്കുക, യൂണിവേഴ്സ് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പാറ്റേൺ മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴൊരു അവേക്കനിങ്ങിൻ്റെ ഒരു പാതയിലാണ്. നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ നിങ്ങൾ പലപ്പോഴും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓർക്കുകയാണ്. ഈ ഒരു യൂണിവേഴ്സ് തന്നെ അവർക്ക് ചില തിരിച്ചറിവുകൾ കൊണ്ടു കൊടുക്കുന്നു. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. ഈ ഒരു ടവർ എന്ന ഈ ഒരു കാർഡിൻ്റെ പഴയ ഒരു ചാപ്റ്ററൊക്കെ ഒന്ന് ക്ലോസ് ചെയ്താൽ ഫൂൾ എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ തുറക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. വീണ്ടും സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം, പഴയ പെയിനെല്ലാം വിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം, റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ ഒരു ബന്ധത്തിനൊരു ചാൻസ് കൊടുക്കുവാൻ. ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഭയമൊക്കെ ഉണ്ട്. അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച കക്ഷിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. നിങ്ങളെ ഫേസ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിനേക്കാൾ ശക്തമാകുന്നു എന്ന് കാണിക്കുന്നു. ഈ ഒരു സ്പ്രെഡിൻ്റെ ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളെ ശരിക്കും ഒരു ഹൈ വാല്യൂ പാർട്ട്ണറായിട്ട് തന്നെ അവർ കാണുന്നു എന്ന് കാണിക്കുന്നു. റിലേഷൻഷിപ്പിനൊരു പൊട്ടൻഷ്യലൊക്കെ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. റീസെൻ്റ് ഷോക്ക് അല്ലെങ്കിൽ ഒരു ലൈഫ് ചേഞ്ചിങ് അവരെ ശരിക്കും ഒരു ഡീപ്പ് അവേക്കനിങ്ങിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന എനർജി വളരെ ശക്തമാണ് നിങ്ങളുടെ പേഴ്സണിൽ. ആളൊരൽപ്പം സ്ലോ എനർജി ആണെങ്കിലും ഒരു ഫേക്ക് എനർജി അല്ല. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണെന്ന് ചോദിക്കാം. ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ ഇരുവരും എഫേർട്ട് ഇടേണ്ട റിലേഷൻഷിപ്പാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ വരണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകണം. ഇവയില്ലാതെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകില്ല എന്നൊരു മുന്നറിയിപ്പാണ് ഈ ഒരു 3 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു മനോഹര ബന്ധത്തിൽ സ്നേഹം മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ എഫേർട്ട് ഇടണം എന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ചിലർക്കിത് വീണ്ടും ഒരു കോണ്ടാക്ട് വരുന്നു, നിങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരുമിച്ച്
ചെയ്തു തീർക്കുന്നു, വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ശ്രമം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇതിനെല്ലാം മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ഇമോഷണൽ റിലീസ് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഈ ഒരു കാർഡ് സെപ്പറേഷൻ എന്നതിനേക്കാൾ കൂടുതൽ പറയുന്നത് പഴയ പെയിൻ എല്ലാം തന്നെ വിട്ടുപോവുക, നിങ്ങൾക്കിടയിലുള്ള ഈഗോ വിട്ടുകളയുക. പാസ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വഴക്കുകൾ, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക, ഇമോഷണലായിട്ട് ഹീൽ ചെയ്യുക. രണ്ടു പേർക്കും ഈ ഒരു ഹീലിംഗ് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ അകന്ന് മാറി നിൽക്കുന്നതിന് പിന്നിൽ ചിലപ്പോൾ ചില തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരിക്കാം, പാസ്റ്റിലുണ്ടായ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കാം. ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക, അതായത് ഇൻ ആൻഡ് ഔട്ട് എനർജി, വരും പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിവിധ തരത്തിലുള്ള ചുറ്റുപാടായിരുന്നു നിങ്ങൾക്കെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ചില ആളുകൾ ഇതിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ. കാരണം ഈ തേർഡ് പാർട്ടി ഇഷ്യൂ പോലുള്ള ഒരു ബന്ധത്തിലൊക്കെ പെട്ടുപോയ ആളുകൾക്കെന്ന് പറയുന്നത് സഹിക്കാവുന്നതിന് അങ്ങേയറ്റമായി കാണാം. 101% ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇനി എനിക്ക് ചെയ്യാനൊന്നും ബാക്കിയില്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന എനർജിയിലിരിക്കുന്ന ആളുകളെയും കാണുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. ഒരു ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പോസിറ്റീവ് ഷിഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള വീണ്ടും ഉണ്ടാകുന്ന ഒരു കോണ്ടാക്റ്റിനെ സൂചിപ്പിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നു, ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. റിലേഷൻഷിപ്പ് വളരെ ലൈറ്റ് ആകുക, സെലിബ്രേഷൻ എന്നിവയെ സൂചിപ്പിക്കുന്ന കാർഡാണ് 3 ഓഫ് കപ്സ്. അതായത് കുറേ നാളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരുന്നു എങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ നടന്ന് അത് ഫ്രണ്ട്സൊപ്പം ആഘോഷിക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന 2 ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത് ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു പ്ലാനിങ്ങിനെയാണ്. അതായത് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു പ്ലാനിങ്ങിലേക്ക് വരുന്നു. ഈ ഒരു ബന്ധത്തിൽ എങ്ങനെ വളരെ നന്നായി മുന്നോട്ട് പോകാം. അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അകലം, അതൊരു കരിയർ ബേസിസിലാണെങ്കിലും ഫാമിലി ബേസിസിലാണെങ്കിലും ടൈമിംഗ്, ഇതിൻ്റെ എല്ലാം പ്രശ്നത്തിലാണ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത് എങ്കിൽ ഇതെല്ലാം ഇനിയും ഒന്നുകൂടി ഒന്ന് കൺസിഡർ ചെയ്ത് റീതിങ്ക് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് ഒരു വലിയ ഡിസിഷനിലേക്ക് പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 95% ആളുകൾക്കും ഫ്യൂച്ചർ ഒരുമിച്ച് റീബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. ഓവറോൾ ഈ ഒരു സ്പ്രെഡ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല, പക്ഷേ പഴയ വേർഷൻ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനൊരുപാട് ചേഞ്ചസ് വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു മ്യൂച്വൽ എഫേർട്ട്, അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള ഹീലിംഗ്, റീയൂണിയൻ, ഫ്യൂച്ചർ പ്ലാനിങ് എന്ന ഈ ഒരു സീക്വൻസ് ആണ് ഈ ഒരു റീഡിങ്ങിനകത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ ഈ ഒരു ലവ് റിലേഷൻഷിപ്പ് എങ്ങനെ വളരെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് ഒരു ബാലൻസിനെ സൂചിപ്പിക്കുന്നു. ബാലൻസ് ഉണ്ടാകുന്ന ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഇനി മുതൽ കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും ഗീവ് ആൻഡ് ടേക്ക് എല്ലാം തന്നെ ഒരുപോലെ ആയിരിക്കണം എന്നത് ഓർമ്മിപ്പിക്കുന്നു. ഒരാൾ മാത്രം ശ്രമിച്ചാൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകില്ല. ഇരുവരും ഈക്വൽ എഫേർട്ട് എടുക്കണം. രണ്ടുപേരുടെയും സമയം, ശ്രദ്ധ, ബഹുമാനം, സ്നേഹം എന്നിവയെല്ലാം ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. പഴയ തർക്കങ്ങൾ, വഴക്കുകൾ, കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പഴയ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരു അപ്പോളജി, ഒരു ക്ഷമാപണം വരാനുള്ള സാധ്യത, നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈക്വൽ എഫർട്ട്, നിങ്ങളായിരുന്നു ഇത്ര കാലം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സണും കൂടി ചേർന്ന് ഒരു ഈക്വൽ എഫേർട്ട് ലഭിക്കുന്ന ഒരു സമയമാണിതെന്നും സൂചിപ്പിക്കുന്നു. പക്ഷേ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മറന്നു പോകരുത്. നിങ്ങളെ മാത്രം തേടുമ്പോൾ നിങ്ങൾ കൊടുക്കുകയും ആവശ്യം കഴിഞ്ഞാൽ അകന്നു പോവുകയും ചെയ്യുന്ന ബന്ധങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ റെസ്പെക്റ്റ് ഉണ്ടാകും, പരസ്പര ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളിൽ അപ്രീസിയേഷൻ ഉണ്ടാകും, പരസ്പരമുള്ള അംഗീകാരം. നമ്മുടെ ഒരു പാർട്ണർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കിയേ. ഓ അങ്ങനെയൊന്നും ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ശരിക്കും ആ ഒരു അപ്രീസിയേഷൻ ആസ്വദിക്കുന്നത് കാണാം. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ കുറേ ഏറെ നാളായിട്ട് ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയം ചേസ് ചെയ്യാൻ പാടില്ല, ഫോഴ്സ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ എനർജി ഒരു ബാലൻസിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ വാല്യൂ അറിയുന്ന ആളുകൾ ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും. മനസ്സിലാക്കുക, നിങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെ തിരികെ ലഭിക്കുന്ന ബന്ധമാണ് നിങ്ങൾ അർഹിക്കുന്നത്. ഈക്വൽ എനർജി അട്രാക്ട്സ് ലാസ്റ്റിംഗ് ലവ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ഡിവൈൻ ടാരോട്ട് ഗൈഡൻസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1111 ഡിവൈൻ ജസ്റ്റിസ് ടാരോട്ട് ഫാമിലിയിലേക്ക്
നിങ്ങളുടെ ഈ ഒരു ഡിവൈൻ സോളിനെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു ഡിവൈൻ റീഡിങ്ങിനായി യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസണേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തവ വിട്ടുകളയുക. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയച്ചു തരുന്നതായിരിക്കും. ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ടാരറ്റ് റീഡിംഗ് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിന് ജാതിയോ മതമോ ഒന്നും തന്നെ പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു ഡിവൈൻ എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കണം, അത്രമാത്രം. നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് ഒരു ജാതകം ഉൾപ്പെടെ വിശദമായി പരിശോധിച്ച് അതിനോട് ചേർത്തുള്ള ഒരു ടാരറ്റ് റീഡിംഗ് രീതിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരമായി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോയാൽ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാം എന്നുള്ള ഗൈഡൻസ് ഉൾപ്പെടെ ഈ ഒരു പേഴ്സണൽ റീഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ നടന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ അരികിൽ എത്തിച്ചേരാൻ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഈ ഒരു ഡിവൈൻ എനർജിയോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.